കമ്പനിക്ക് ഉണ്ടായിട്ടുള്ള ഓഹരി മൂല്യവർധന എന്ന് പറയുന്നത് അസാധാരണവും വിചിത്രവും അത്ഭുതപ്പെടുത്തുന്നതുമാണ്. കോടാനുകോടികളുടെ നേട്ടം ഉണ്ടാക്കുന്നു ഈ ഭരണകൂട ബന്ധുക്കളുടെ കമ്പനികൾ. അപ്പോൾ ഈ നോട്ട് നിരോധനത്തിൻ്റെ കാര്യമായാലും എഥനോളിൻ്റെ കാര്യത്തിലായാലും എല്ലാം ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട വിമർശനം സർക്കാരിൻ്റെ ഈ നയപരിപാടിയിലെ ഷിഫ്റ്റ് നേരത്തെ അറിഞ്ഞവരുണ്ടായിരുന്നു. അവരെല്ലാം ഈ നയം വരുമ്പോൾ സാധാരണ നമ്മൾ കാണാറില്ലേ, വലിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ അതിനടുത്ത് ഭൂമി വാങ്ങിക്കൂട്ടുന്നത് പോലെ അതിനെല്ലാം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ ആളുകളുമുണ്ട്. സോ അതുകൊണ്ട് ജനങ്ങളെ ഊറ്റിയാലും ഈ ഭരണകൂട ബന്ധുക്കൾക്ക് കോടികൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അഴിമതി പരിപാടിയാണോ ഈ എഥനോൾ, അതോ നാട് നന്നാക്കാനാണോ? ഇത് നമ്മൾ ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഊർജ്ജ സ്രോതസ്സിൽ നിന്ന് ഒരു ഊർജ്ജ രീതിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മൾ മാറുമ്പോൾ ഒരു ട്രാൻസിഷൻ ജസ്റ്റിസ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതായത് പഴയ സ്രോതസ്സുകൾ ഉപയോഗിച്ചിരുന്ന ആളുകളെ പുതിയതിലേക്ക് മാറാൻ അവരെ യോഗ്യരാക്കുക, അവരെ എക്യുപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പം ഇവിടെ സർക്കാർ അടിച്ചേൽപ്പിക്കുകയാണ്. ഇതൊരു ചോയ്സ് ആയിട്ട് പോലുമല്ല നമ്മുടെ മുന്നിൽ തരുന്നത്. ഇത് നിർബന്ധമായി നിങ്ങൾ വാങ്ങിയേ പറ്റൂ. അത് 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ ചെല്ലുന്ന ഒരു മനുഷ്യരോട്, ശരാശരിക്കാരനോട്, സാധാരണക്കാരനോട് അടിച്ചേൽപ്പിക്കുകയാണ് 20% എത്തനോൾ അടക്കം. അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ, ഈ വാഹനത്തിൻ്റെ സുരക്ഷയോ വാഹനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്ക് കിട്ടുന്ന മൈലേജോ ഇതൊന്നും സർക്കാരിൻ്റെ പ്രശ്നമല്ല. സർക്കാർ ഇപ്പം നമ്മൾ നോക്കുക, ഈ BJP എന്ന് പറയുന്ന പാർട്ടി അവർ തന്നെ അവകാശപ്പെടുന്നത് കുടുംബവാഴ്ചയ്ക്കൊക്കെ എതിരായിട്ട് വലിയ പോരാട്ടം നടത്തി വന്ന ആളുകളാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ കുടുംബങ്ങൾ ഇപ്പം എന്താ? ഇതിൽ മാത്രമല്ലല്ലോ, എത്രയോ BJP നേതാക്കന്മാരുടെ മക്കൾ ഈ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുള്ള സകല തലതിരിഞ്ഞ പരിഷ്കാരങ്ങളുടെയും ഗുണഭോക്താക്കളായിട്ട് മാറുകയല്ലേ. നേരത്തെ ശബരിനാഥ് സംസാരിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് കുറ്റം പറയാനില്ല. കാരണം അദ്ദേഹം ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. ഈ സിസ്റ്റത്തിൻ്റെ കീഴിൽ ഫ്രാഞ്ചൈസി ആയിട്ട് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. അതുകൊണ്ട് നമുക്കൊക്കെ പറയാൻ പറ്റുന്ന അത്ര നിർഭയമായിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം ചില കാര്യങ്ങൾ, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ സമ്മതിച്ചു എന്നത് തന്നെ ഇതിൽ വലിയൊരു കാര്യമാണ്. കാരണം എന്താ അറിയോ, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ നോക്കുക, ഇതിന് സമാനമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നോട്ട് നിരോധനം മാത്രമേ ഉള്ളൂ. കാരണം നോട്ട് നിരോധനവും ഇതുപോലെ ആർബിട്രറി ആയിരുന്നു, ഏകപക്ഷീയമായിരുന്നു, സാധാരണ മനുഷ്യൻ്റെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കലായിരുന്നു. പക്ഷെ അന്ന് അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ നമുക്ക് പറ്റിയില്ല. കാരണം കള്ളപ്പണത്തിനെ വെളുപ്പിക്കുക, അല്ലെങ്കിൽ കള്ളപ്പണത്തിനെ പിടിച്ചെടുക്കുക, കള്ളപ്പണമില്ലാത്തൊരു ഇന്ത്യ എന്നൊക്കെ പറയുന്ന കുറേ മായികമായ വാഗ്ദാനങ്ങൾ നമ്മൾ മയങ്ങിപ്പോയി. പക്ഷെ ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. ഇപ്പം നേരത്തെ നിജേഷൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു മാറ്റം ഈ രാജ്യത്തുണ്ടല്ലോ. ജനങ്ങൾ അസംതൃപ്തരാണ്, പണ്ടത്തതിനേക്കാൾ ജനങ്ങൾ അസ്വസ്ഥരാണ്. അപ്പം ഈ അസ്വസ്ഥരായ ഒരു ജനത, കാരണം അത് ഈ പാറ്റകളുടെ സമരത്തിൽ നിന്ന് തുടങ്ങിയ ഒരു വലിയൊരു അസംതൃപ്തി, കാര്യങ്ങളെ വിമർശനപരമായി കാണാനുള്ളൊരു കഴിവ് ഈ രാജ്യത്തുണ്ട് എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് ഇന്നലെ മധ്യപ്രദേശിലും ബീഹാറിലും ഉണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. അപ്പോൾ ATM ചതിച്ചിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ജനവിധി എന്നേ മറ്റൊന്നാകുമായിരുന്നു ഈ രാജ്യത്ത്. പക്ഷെ ഇന്നിപ്പോൾ കുറെ കൂടി വ്യക്തമായി താഴെത്തട്ടിൽ സമരങ്ങൾ നടക്കുന്നു, ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ആ ജനങ്ങൾ മാറി തുടങ്ങി. കാരണം ജനങ്ങൾ ഉണരുക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ടല്ലോ. കാരണം നീണ്ട ഒരു ഉറക്കത്തിലായിരുന്നു രാജ്യം കുറേ കാലമായിട്ട്. ഈ മനുഷ്യരെ നേരിട്ട് അവരുടെ ജീവിതത്തിലേക്ക് വരുന്നു, അവരുടെ പോക്കറ്റ് അടിക്കുകയാണ്. നമ്മൾ നോക്കുക, നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ പണ്ട് 2 തരത്തിലുള്ള പണക്കാരെ കാണാം. ഒന്ന് ഈ വ്യാജച്ചാരായമൊക്കെ ഉണ്ടാക്കി വിറ്റുന്ന വാറ്റുകാർ. മറ്റൊരു കൂട്ടർ ഈ പെട്രോള് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും, എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും മായമൊക്കെ ചേർത്തിട്ട് ഈ മായം ചേർത്ത പെട്രോള് വലിയ വിലയ്ക്ക് വിൽക്കുന്ന സ്ഥലങ്ങൾ, പലപ്പോഴും പെട്രോൾ പമ്പൊക്കെ ഒരുപാട് ദൂരത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ പോയാൽ ഇത്തരക്കാരാണ്, ഇടനിലക്കാരാണ് പണം മേടിച്ച് തടിച്ചു കൊടുക്കുക. ഇതൊക്കെ ശരി തട്ടിപ്പിൻ്റെ ഏറ്റവും ആസൂത്രിതമായ ഗ്രാമീണ രൂപങ്ങളാണ് ഈ മനുഷ്യർ. ഇന്ന് നമ്മൾ നോക്കുക, ഈ മായം ചേർത്ത പെട്രോള് നാട്ടുംപുറത്ത് വിൽക്കുന്ന ഒരു ശരാശരിക്കാരനും ഒരു തട്ടിപ്പുകാരനും സർക്കാരും തമ്മിൽ എന്താണ് വ്യത്യാസം? സർക്കാർ പോക്കറ്റ് അടിക്കുന്നു. സർക്കാർ നമ്മളുടെ മുകളിൽ ഒരു ചോയ്സ് പോലും തരാണ്ട് ഈ എത്തനോൾ എന്ന് പറയുന്ന സാധനം അതിൻ്റെ എല്ലാ അഡ്വേഴ്സ് എഫക്റ്റും മറച്ചു വെച്ചുകൊണ്ട് അടിച്ചേൽപ്പിക്കുന്നു. മിണ്ടാതെ ഉരിയാടാതെ നിങ്ങളുടെ പണം തന്ന് ഞങ്ങൾ തരുന്നത് വാങ്ങിച്ചുകൊണ്ട് പോയി നിന്റെ വാഹനത്തിൽ ഉപയോഗിക്കുക, അതിൻ്റെ പേരിൽ വരാവുന്ന മുഴുവൻ നഷ്ടങ്ങളും നിങ്ങൾ വഹിക്കുക എന്ന് പറയുമ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ ഇതാണ് സ്വേച്ഛാധിപത്യം. ഇതാണ് ഒരു ജനതയുടെ മുകളിൽ അവരുടെ പ്രതികരിക്കാനുള്ള അവകാശത്തിൻ്റെ മുകളിൽ, അവരുടെ തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തിൻ്റെ മുകളിൽ, അവരുടെ നിലനിൽപ്പിൻ്റെ മുകളിലൊക്കെയുള്ള ഭരണകൂടത്തിൻ്റെ കടന്നുകയറ്റം എന്ന് പറയുന്നത്. ഇവിടെയാണ് പൗരസ്വാതന്ത്ര്യത്തിൻ്റെ നിഷേധം, ഇവിടെയാണ് ഉപഭോക്താവിൻ്റെ ചോയ്സിൻ്റെ മുകളിലുള്ള നിഷേധം, ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ട്രാൻസിഷൻ ജസ്റ്റിസ്. കാരണം എല്ലാ കാലത്തും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഊർജ്ജ സ്രോതസ്സുകൾ മാറി വരുമ്പോൾ അത് അഡാപ്റ്റ് ചെയ്യാനുള്ള മനുഷ്യൻ്റെ ക്രയശേഷിയുണ്ട്.
ഇപ്പൊ നിഷാദ് തന്നെ പറഞ്ഞു, നിഷാദിന്റെ വാഹനം 7 വർഷമായി, എന്റെ വാഹനം 5 വർഷമായി. നമുക്കിപ്പോ എല്ലാ കൊല്ലം വാഹനം മാറ്റിക്കൊണ്ട് നടക്കാൻ പറ്റുന്ന ആളുകളല്ല നമ്മള്. അപ്പൊ നമുക്ക് ഒരു വാഹനം മേടിക്കുമ്പോൾ മിനിമം ഒരു 10-15 വർഷമെങ്കിലും നമുക്കതൊരു നല്ല നിലയിൽ ഉപയോഗിക്കാനുള്ള മുഴുവൻ ഫെസിലിറ്റിയും അതിന് വേണ്ട ക്വാളിറ്റി റെസ്ട്രിക്ഷൻസ് എല്ലാം ഗവൺമെന്റ് ഉറപ്പുവരുത്തണ്ടേ? ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം സർക്കാർ പിന്നോക്കം പോവുകയല്ലേ? ശരിക്കും വാഹന നിർമ്മാതാക്കൾ പോലും ഒരു വാഹനത്തിന്റെ മുകളിൽ ഗുണമേന്മയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പൗരന്റെ അവകാശമാണ്. കാരണം നമ്മൾ ഒരുപാട് പണം കൊടുത്താണ്, നല്ലൊരു പങ്ക് ആളുകളും ബാങ്കിൽ നിന്ന് വായ്പയൊക്കെ എടുത്തിട്ടാണ് ഈ വാഹനം മേടിക്കുന്നത്. ഒരു വാഹനത്തിന്റെ യഥാർത്ഥ വിലയുടെ എത്രയോ അധികമാണ് ഒരു മനുഷ്യൻ കൊടുത്തു തീർക്കുന്നത്. ഒരു ആയുസിന്റെ നല്ലൊരു പങ്കും വാഹനം മേടിച്ചതിന്റെ അത് പലിശയും കൂട്ടുപലിശയും അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് പല മനുഷ്യരും അവരുടെ ജീവിതം നശിപ്പിച്ചു കളയുന്നത്. അങ്ങനത്തെ ഒരു നാട്ടിൽ ഈ മനുഷ്യരെ പോക്കറ്റ് അടിക്കുക മാത്രമല്ല, അവന്റെ വലിയൊരു സ്വപ്നമായ വാഹനത്തെ, അത് 2 വാഹനമാവട്ടെ 4 വാഹനമായിട്ട് ഒരു കുടുംബത്തിനൊരു വാഹനം വരിക വെച്ചാൽ ഒരുപാട് പേരുടെ സ്വപ്നമാണ്, ഒരുപാട് പേരുടെ കഠിനാധ്വാനമാണ്, ഒരുപാട് പേരുടെ ജീവിതമാണ്. ആ ജീവിതങ്ങളെ തല്ലിക്കെടുത്ത് അവരുടെ പ്രകാശമില്ലാതെ സർക്കാരിനെ സംബന്ധിച്ച് ആ കാര്യത്തിൽ ഒരു കൺസേണും പ്രവർത്തിക്കുന്നില്ല എന്നത് നിർഭാഗ്യകരമായ കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരു 2 വീലർ ഉള്ള ഒരാൾ നോക്കുക, ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 2 വീലറുകളാണ്. 2 വീലർ ഉപയോഗിച്ച് മനുഷ്യർ രാവിലെ ജോലിക്ക് പോകുന്നു, കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്, അതുമായി ചായ വിൽക്കാൻ പോകുന്നവർ, അങ്ങനെ ഏതെല്ലാം തരത്തിൽ സമൂഹത്തിൻ്റെ അടിത്തട്ട് മനുഷ്യർ ഓരോ ദിവസവും വണ്ടി ഉപയോഗിക്കുന്നു. അവ നശിച്ചു പൊയ്ക്കോട്ടെ എന്ന ഒരു തീരുമാനം ഉത്തരവാദിത്തരഹിതമായ ഒരു ഭരണകൂടം എടുക്കുക, ഉണ്ടാകുന്ന പരിക്കുകളൊക്കെ അതൊക്കെ അവഗണിക്കാവുന്നതാണ് എന്ന നില സ്വീകരിക്കുക കഷ്ടമാണ്. ശ്രീ ശബരിനാഥ്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടോ? അതായത് നിങ്ങളൊരു വലിയ ഇൻഡസ്ട്രി റൺ ചെയ്യുന്നവരാണല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ പെട്രോൾ പമ്പുകൾ, നിങ്ങളുടെ സൂക്ഷിപ്പ് ശാലകൾ, ഇതിനെയൊക്കെ ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടോ ഈ എഥനോൾ മിക്സ്? എത്തനോൾ മിക്സ് പെട്രോളിയം ഡീലേഴ്സിനെ സംബന്ധിച്ച് ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു പോയിന്റ് ഞാൻ മുൻ ചർച്ചകളിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പെട്രോൾ പമ്പുകളിലെ പെട്രോൾ സ്റ്റോർ ചെയ്യുന്ന ടാങ്കുകൾ എല്ലാം തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ളത് EN8 അല്ലെങ്കിൽ MS മെറ്റീരിയൽ കൊണ്ടാണ്. അതിൻ്റെ ലൈനുകളും, അതായത് പെട്രോൾ അടിക്കുന്ന മെഷീൻ എത്തുന്ന വരെയുള്ള ലൈനുകളും ഈ മെറ്റീരിയലിലുള്ള പൈപ്പുകളിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് കൊറോഷൻ ആസ്പെക്റ്റ് വളരെ കൂടുതലാണ്, അതുകൊണ്ട് കൊറോഷനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ E20 വരെ ഉള്ള പെട്രോളിന് അത് അത്ര വലിയ പ്രശ്നമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പഠനത്തിൽ മനസ്സിലായിട്ടുള്ളത്. E20ക്ക് മേളിൽ എത്തനോൾ മിക്സിങ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൊറോഷൻ വളരെ കൂടുകയും തുരുമ്പിടിക്കാനുള്ള ചാൻസ്, അതായത് ഓക്സിഡേഷൻ വന്ന് അത് തുരുമ്പിടിക്കാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും. അപ്പോൾ E20ക്ക് മേളിൽ വരുന്ന മിക്സിൽ അതിന് വേണ്ട എക്യുപ്ഡ് ആയിട്ടുള്ള ടാങ്കും സിസ്റ്റവും ഓയിൽ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരി, അപ്പോൾ നിങ്ങളെയും അത് ആ നിലയ്ക്ക് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണെന്ന് പറയുകയാണ്. അല്ല, ശ്രീ ഷൈബു മഠത്തിൽ, ഞാൻ ഒരു കാര്യം കുറച്ചുകൂടെ ഇതായി ചോദിക്കട്ടെ, ഇതിന്റെ റേഷ്യോ ഷൈബു E20 തന്നെ ആയിരിക്കുമോ അതോ അത് കൂടുതലുണ്ടാവുമോ ഇനിയിപ്പോൾ? തീർച്ചയായിട്ടും ഇതൊരു ഇപ്പോൾ ഈ ഒരു ചെറിയ റെസിസ്റ്റൻസ് വന്നു. മറ്റേ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രശ്നത്തിൽ CJPയുടെ സമരം നടന്നു കഴിഞ്ഞ് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതിന് മുമ്പ് വരെ എനിക്ക് തോന്നുന്നു നിതിൻ ഗഡ്കരിയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് 100% പച്ചവെള്ളം, അല്ലെങ്കിൽ 100% ഇഥനോൾ, അല്ലെങ്കിൽ 100% പച്ചവെള്ളം നമുക്ക് പെട്രോൾ പമ്പുകളിലൂടെ വിതരണം ചെയ്താലും ഇന്ത്യയിലെ ജനങ്ങൾ പ്രതികരിക്കില്ല എന്ന ഒരു ധാരണയിലായിരുന്നു BJP. കാരണം ഞാൻ പറഞ്ഞില്ല, ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് വേറെ ചില അജണ്ട ഉപയോഗിക്കാം. ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനങ്ങളിൽ ഇങ്ങനെയൊക്കെ മതി, അത് ജനങ്ങൾ പ്രതികരിക്കില്ല എന്നൊരു ധാരണയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്. റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ, ചോദ്യം ചെയ്തില്ലെങ്കിൽ, ജനാധിപത്യത്തിൽ നിരന്തരമായി ചോദ്യം ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഇവർ 20%-ന് 25%, 30%, 40% ഒക്കെ ആക്കിയേനെ. ഇതിൽ എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു നേരത്തെ 1.5%, 5% ഒക്കെ ആയിരുന്നു. ഒരു ബിലോ 5% ആക്ച്വലി നെസസറിയാണ്. ഒരു 1.5% എന്നുള്ളത് യഥാർത്ഥത്തിൽ നെസസറിയാണ്. പെട്രോളിൻ്റെ ആ കമ്പഷൻ്റെ ക്വാളിറ്റി, നോക്കിങ് ഒഴിവാക്കാനും അതിൻ്റെ പ്രീമച്വർ ബേണിംഗ് കമ്പഷൻ ഒഴിവാക്കാൻ. പക്ഷേ അതിൻ്റെ മേലേക്കുള്ളതിന് സാമ്പത്തിക കാരണങ്ങൾ ഇവർ പറയുന്ന കാരണം എഞ്ചിൻ ശുദ്ധീകരിക്കാനാണെന്നല്ല BJP പറയുന്നത്. BJP പറയുന്ന കാരണം രാജ്യത്തിന് നേട്ടമുണ്ട്, പിന്നെ കർഷകർക്ക് നേട്ടമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ കർഷകർക്കല്ല നേട്ടം, മറിച്ച് നേട്ടം ഡിസ്റ്റിലറികൾക്കാണ്, നേട്ടം നിതിൻ ഗഡ്കരിയുടെ കുടുംബത്തിനാണ്, BJPയിലെ ചില നേതാക്കൾക്കാണ് എന്നാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ അവർക്കുണ്ടാവുന്ന നേട്ടത്തിന്റെ ഭാരം മുഴുവൻ പേറേണ്ടത് സാധാരണക്കാരനായ ബൈക്കും സ്കൂട്ടറും ഓടിച്ച് ഓഫീസിൽ പോകുന്ന, അതിനകത്ത് സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കാൻ, സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന സമരം ഉണ്ടായി വരിക എന്നുള്ളതല്ലാതെ വേറെ കാര്യവും ചെയ്യാനില്ല. അല്ല, ശ്രീ നിജേഷ് അരവിന്ദ്, കോൺഗ്രസിനെ സംബന്ധിച്ച് അടുത്ത ഏറ്റെടുക്കേണ്ട ഒരു സുപ്രധാന വിഷയമായിട്ട് എഥനോൾ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നില്ലേ? തീർച്ചയായിട്ടും.
കാരണം ഇത് ഇന്ത്യ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ നമ്മളൊക്കെ ആദ്യം കേട്ടപ്പോൾ എനിക്കൊക്കെ തോന്നി ഇത് കർഷകനെ സഹായിക്കുന്നതാണ്, പാരിസ്ഥിതികമായി ഗുണം ചെയ്യുന്നതാണ്. അപ്പൊ അത് വരട്ടെ എന്നൊരു ധാരണ. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന സാധനം കൊണ്ട് വണ്ടി ഓടുക എന്ന് പറഞ്ഞാൽ മെച്ചമാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളത് പഠിച്ചു നോക്കുമ്പോഴാണ് 1 ലിറ്റർ എഥനോൾ ഉണ്ടാക്കണമെങ്കിൽ 1000 ലിറ്റർ വെള്ളം വേണം, അതിലധികം വെള്ളം വേണം എന്ന് പറയുന്നു. അപ്പൊ തന്നെ നമുക്കറിയാം അതിന്റെ പാരിസ്ഥിതികമായി നേരെ തിരിച്ച് അതിന്റെ വേസ്റ്റ് വാട്ടർ വീണ്ടും പ്രശ്നമാകുന്നു. വാട്ടർ കൺസ്യൂമേഷൻ ഒരുപാട് കൺസ്യൂം ചെയ്യേണ്ട സാഹചര്യം വരുന്നു. എന്തൊക്കെ പറയുമ്പോൾ തന്നെ ആകാശത്തേക്ക് വരുന്ന കാർബണിന്റെ അളവിൽ വലിയ തോതിൽ വ്യത്യാസം വരുന്നില്ല. കാരണം മൈലേജ് കുറയുന്നതോടുകൂടി കൂടുതൽ കാർബൺ വരുന്നു. അപ്പൊ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും പാരിസ്ഥിതികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ഒക്കെ നഷ്ടം വരുന്ന ഒരു ഏർപ്പാട് ചില ആളുകൾക്ക് മാത്രം മെച്ചം കിട്ടുന്നു. 1281% അദ്ദേഹത്തിന്റെ നിതിൻ ഗഡ്കരിയുടെ ഓഹരി വർദ്ധിച്ചത്. അപ്പോൾ ചില ആളുകൾക്ക് മാത്രം മെച്ചമുണ്ടാക്കുന്ന ഒരു ഏർപ്പാട് രാഹുൽ ഗാന്ധി പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആത്യന്തികമായി ബി.ജെ.പി. നേതാക്കൾക്ക് മാത്രം ഗുണമുണ്ടാക്കുന്ന, നാടിനാകമാനം വിനാശമുണ്ടാക്കുന്ന ഈ പരിപാടി തടയാൻ ഒരു യഥാർത്ഥ ജനാധിപത്യ പ്രൊട്ടസ്റ്റ് ഉയർന്നു വരുമോ എന്ന ചോദ്യം അത് ആഗ്രഹിക്കുന്നു ഇന്ത്യയിലെ ജനങ്ങൾ. അത് കാത്തിരുന്ന് കാണണം. ഞാൻ അവസാനം ഇത് സമയം കഴിഞ്ഞുകൊണ്ട് താങ്ക് യു നിജേഷ്, ഷൈബു, ഷാജി, ശബരിനാഥ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന് ഒരു ഇടവേള.